ഹായ് പ്രിയപ്പെട്ടവരെ, ഒരു ഹാപ്പി സൺഡേ ഒക്കെ ആകാം നമുക്കല്ലേ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന സ്പെഷ്യൽ എപ്പിസോഡാണിന്ന്. സിംഹവാലൻ കുരങ്ങനെ പോലെ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാത്രമാണോ യുക്തിവാദികളായിട്ടുള്ളത്? പണ്ട് കസേരകളോട് സംസാരിച്ചിരുന്നത് പോലെയാണോ ഇന്ന് യുക്തിവാദികൾ? ഒരു ലിറ്റ്മസ് നമ്മൾ കണ്ടില്ലേ, വിപ്ലവമായിരുന്നില്ലേ മഹാവിപ്ലവം? കോയാനാട്ടിലെ, കോഴിക്കോട്, മലപ്പുറം നാട്ടില് അവസാനം പോലീസ് വന്ന് പറയുകയാണ്, ഇനിയും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ ഈ കെട്ടിടത്തിന് പറ്റില്ല. എന്ത് ചെയ്യണം? സെക്യൂരിറ്റി തരാൻ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. അത്തരം ഒരു പ്രോഗ്രാമിലേക്ക് യുക്തിവാദികൾ ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മതം വിട്ടവർ ദിനേന വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് നമ്മൾ ജീവിക്കുന്നത്. ഏതാണ്ട് ഈ കൊറോണ കാലം യുക്തിവാദികളുടെ കാലമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം സോഷ്യൽ മീഡിയയിൽ മതവാദികൾ ഇടുന്ന വീഡിയോയ്ക്ക് എണ്ണം ചുരുങ്ങി വരുന്നു എന്നൊരു സംശയം. നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ഇദ്ദേഹത്തെ നമുക്കറിയാം, മതേതരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നൗഷാദ്. നൗഷാദിനെ നമ്മളോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ചെറിയൊരു ചോദ്യം കൊടുക്കാൻ നൗഷാദിന് അല്ലേ? ഓക്കെ. യുക്തിവാദികൾ പൊതുവെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ഭ്രഷ്ട് കുടുംബം. ആദ്യം വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും, അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ പള്ളി, സമൂഹം, പിന്നെ മൊത്തത്തിലുള്ള സൊസൈറ്റി, നമ്മുടെ സമുദായം, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഇന്ന് വേണ്ട വലിയ തലവേദനയാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ മനക്കരുത്തുള്ളവർക്ക് മാത്രമേ ഒരു യുക്തിവാദിയായി തുടരാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് നൗഷാദിനോട് ചോദിക്കാനുള്ളത്, മതേതരൻ അത് തന്നെയാണ് നല്ലത്, മനുഷ്യനെ തിരിച്ചറിഞ്ഞാൽ മതിയല്ലോ. മതേതരൻ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഒരു യുക്തിവാദി എന്ന നിലയിൽ കുടുംബം, സൊസൈറ്റി, അതുപോലെ താങ്കളുടെ സമുദായം, താങ്കളുടെ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ യുക്തിവാദിയായിട്ടുള്ള ജീവിതം താങ്കൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ഞാനിതെപ്പോഴും പറയാറുള്ളത്, പിന്നെ മുഹമ്മദ് നബിക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകനെന്ന ഒരു പദവി ഉണ്ടായിരുന്നു. ആ പദവി ചില്ലറ പദവിയാണ്. സംഭവം ദരിദ്രനാണ്, അനാഥനാണ്. പക്ഷെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകനായി എന്നൊറ്റ കാരണം കൊണ്ട് പല പരിഗണനയും മക്ക ജീവിതകാലത്ത് മുഹമ്മദ് നബിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എൻ്റെ വാപ്പാൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ സഖാവിൻ്റെ മോൻ എന്ന അർത്ഥത്തിൽ ആ പരിഗണന എൻ്റെ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും തന്നെ അങ്ങനെ സഹിഷ്ണുതാപരമായിട്ട് പെരുമാറിക്കൊള്ളണമെന്നില്ലല്ലോ. ചില ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് കൂട്ടക്കാർ എന്നോട് കടുത്ത വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാഭൂരിപക്ഷവുമായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുമായിട്ട് സംവദിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളുകളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. സംവദിക്കാൻ എൻ്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നില്ല. കാരണം ഈ ദീർഘമായ 4 വർഷത്തിനിടയിൽ ആരൊക്കെയാണത് ആരൊക്കെ അല്ല എന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മോട് സംസാരിക്കാത്ത ആളുകളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. കേൾക്കാൻ താല്പര്യമുള്ളവരോട് സംസാരിക്കാറുണ്ട്. ഇന്നലെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ പിന്നീട് എന്നോട് പല കാര്യങ്ങളും തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇതിനും അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും തന്നെ പൂർണ്ണമായിട്ട് മതത്തിൽ നിന്ന് വിട്ടു എന്നല്ല. പക്ഷേ അവരുടെ ജനാധിപത്യ ബോധം, സാമൂഹ്യ ബോധം ആ പഴയ അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം എൻ്റെ വാപ്പാൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, കാരണം ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. വാപ്പാൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഇവിടെ ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ എന്ന ആ സൂക്തം ഇട്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും 2016 ആദ്യമായിട്ട് ഇസ്ലാമിനെതിരെ പരസ്യമായിട്ട് പറയുന്നത് നമ്മൾ ആരോടെ പറയാം?
ബലികളായിക്കോട്ടെ, സ്വതന്ത്രായിക്കോട്ടെ, മുഹമ്മദ് നബി പോലും തന്നെ അങ്ങനെ അവരുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബക്കാർ, അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ടാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത്. ഇത് എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുകയും പൊതുബോധം തെറ്റാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാര്യം പുറത്തു പറയാൻ നമുക്ക് ധൈര്യം കുറയും. ഇതിന് മനഃശാസ്ത്രം അത്രയേ ഉള്ളൂ. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്, ഒരു പ്രക്രിയയാണ്. അപ്പോ ഇതേപോലെ തന്നെ, പക്ഷെ ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് കണ്ടപ്പോഴേ ആദ്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ 14 നൂറ്റാണ്ട് മുമ്പുള്ള അള്ളല്ലേ ഇങ്ങനെ ഈ ആയത്തിട്ടും കൊണ്ട് മാഷാ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതിട്ടപ്പോൾ ഞാൻ തമാശക്കിട്ട് 14 നൂറ്റാണ്ട് മുമ്പുള്ള അള്ളാഹ്ക്ക് 14 നൂറ്റാണ്ട് മുമ്പുള്ള അറിവേ ഉള്ളൂ. ഇന്ന് നമുക്കറിയാം ധാരാളം എണ്ണകളില്ലാത്ത ജീവികളുണ്ട് തന്നെ. അതിന് പേര് ഭയങ്കര ഒച്ചപ്പാടുണ്ട്. അവസാനം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലെഫ്റ്റായി. പക്ഷെ ഇന്ന് എനിക്ക് അതിനേക്കാൾ കാര്യമായ വിമർശനം ഈ സമൂഹത്തിൽ നടത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കാരണം വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മാനസിക ബോധത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ വിമർശനങ്ങളെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നുള്ള ചിന്തിക്കുന്ന ചിലർ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് ഇവിടുത്തെ ആദ്യം ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും തന്നെ പറയാറുണ്ട്, നീ ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. കാരണം എന്തൊക്കെ ഒരു പുക മറ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതെല്ലാം തന്നെ കാരണം അവരും തന്നെ അവരുടെ ജനാധിപത്യ ബോധവും തന്നെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിക വിമർശകനെ പലപ്പോഴും തന്നെ ഇവർ മുസ്ലിം വിരുദ്ധനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം അതിൻ്റെ രത്നച്ചുരുക്കം എത്രയേ ഉള്ളൂ. മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒറ്റപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഒരു ആശയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിമർശകനെ ആ തലത്തിൽ കാണാനുണ്ടാവുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മര്യാദ നമ്മുടെ സമൂഹം ആർജിക്കേണ്ടതുണ്ട്. അങ്ങനെ ആർജിക്കുന്നതോടുകൂടി സാമൂഹ്യ സംഘർഷങ്ങളുടെ തോത് കുറയുക തന്നെ ചെയ്യും. കാരണം ലളിതമായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ഓരോ ഇസ്ലാമിക ദേവത്വം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ വിമർശിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ബാലുശ്ശേരി എന്താ പറഞ്ഞത്, ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്നത് വ്യഭിചാരശാലയിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഏതായാലും ഒരു സ്വതന്ത്ര ചിന്തകൻ പറയില്ല, പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് കേട്ടോ. പക്ഷേ അത് നേരെ തിരിച്ച് അത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ മതി. നോക്കി, ഒരു പള്ളിക്കോ മദ്രസക്കോ കൊടുക്കുന്നത് വ്യഭിചാരശാലയേക്കാൾ വ്യഭിചാരശാലയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ വൈകാരികമായിട്ട് എത്രമാത്രം ഉത്തേജിപ്പിക്കും, എത്രമാത്രം അവൻ്റെ മനസ്സ് വ്രണപ്പെടും. ചിന്തിച്ച ഇങ്ങനെ നമ്മളുടെ പ്രവൃത്തി നമ്മൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. എങ്ങനെ അത് സമാനമായ പ്രവൃത്തി മറ്റൊരാൾ നമ്മോട് പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ സ്വാഭാവികമായും അത് നമുക്ക് വേദന ഉണ്ടാകുന്നുണ്ടോ, നമ്മൾ അത്തരം പ്രവർത്തികളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. അതോടൊപ്പം തന്നെ ജനാധിപത്യ മര്യാദകളെക്കുറിച്ചും ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് കൊണ്ടുണ്ടാവുന്ന സാമൂഹ്യപരമായ നവോത്ഥാനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക. കാരണം ഈ രീതിയിലുള്ള ആശാഭിപ്രായങ്ങളല്ല പറയേണ്ടത്. കാരണം മുഹമ്മദ് നബി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇക്കാലത്തേക്ക് നമുക്ക് അത് അനുഗുണമല്ലാത്തതിന് കാരണം മുഹമ്മദ് നബിയെ ഒരു ആശയമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. കാരണം 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ നമുക്കതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ജനങ്ങളെ ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായിക്കൊണ്ട്, ഒരു പ്രത്യയശാസ്ത്രമായിക്കൊണ്ട്, ഒരു വിശ്വാസധാരയുടെ ഉറവിടമായിട്ട്
അത് വർദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ചര്യകളെക്കുറിച്ച് നമ്മൾ പറയാൻ കാരണമെന്ന് നമുക്ക് ആമുഖമായിട്ട് പറയാൻ സാവകാശം കിട്ടേണ്ടതുണ്ട്. ആ സാവകാശം നേടിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഏതായാലും തന്നെ നല്ല നാളുകൾ ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് ഒരു ഹദീസ് ഉണ്ട്. നമ്മുടെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കഴിവ്. ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് പ്രതിഫലം നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. മതേതരനോട് നമുക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്ന ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പർദ്ദ ഇസ്ലാമിൻ്റെ വലിയൊരു കാര്യമാണ്. അതുപോലെ ഇസ്ലാമിലെ ഏകദൈവാരാധന, ഇസ്ലാമിലെ വിഗ്രഹാരാധനയൊന്നുമില്ല, പിന്നെ അള്ളാഹു പരലോകം ഖബർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങളാണ് അവർ പൊതുവിൽ പറയാറുള്ളത്. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പർദ്ദ സൗന്ദര്യമാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് തിരഞ്ഞെടുക്കാം, അതിലെനിക്ക് വിയോജിപ്പില്ല. രണ്ട്, ഏകദൈവ ആരാധന സൗന്ദര്യമാണെന്ന് തോന്നുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാം. പിന്നെ വിഗ്രഹാരാധന പറ്റാത്ത ആൾക്കാർക്ക് അത് തിരഞ്ഞെടുക്കാം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം, അതിനുള്ള അവകാശമുണ്ട് അവർക്ക്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം തന്നെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് ആയിരിക്കണം കേട്ടോ. ഇതെല്ലാം വ്യക്തിപരമായ മറ്റു കാരണം പർദ്ദ പലപ്പോഴും തന്നെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാകുന്നില്ല സ്ത്രീകൾക്ക്. അതൊരു വസ്തുതയാണ്. അപ്പം ഞാൻ കടുത്ത യാഥാസ്ഥികനായ വിശ്വാസിയായിരുന്ന കാലത്ത് എൻ്റെ ഭാര്യയിൽ പോലും തന്നെ ഞാൻ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. വെറുതെ പറയണത്. പിന്നെ മുഖം മറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സ്ത്രീ പുരുഷന് തുല്യയായ ഒരു പൗരയാണ്. അവരുടെ വ്യക്തിത്വ പ്രകാശനമാണ് മുഖത്തിലൂടെ നിന്ന്. ഇപ്പോഴത്തെ എമർജൻസി സിറ്റുവേഷൻ താരതമ്യം ചെയ്യരുത്. ഈ എമർജൻസി സിറ്റുവേഷൻ മുഖം മറക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കൂടിയാണ്. അപ്പോൾ അവിടെ ഇതൊരു ഈക്വലാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ രണ്ടാമത്തത്, ഇത്യാദി കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണോ, ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണോ ഇസ്ലാം സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഈ 4 കാര്യങ്ങളോടുണ്ടാവുന്ന വിരക്തി കൊണ്ട് മാത്രം ഒരാൾ ഇസ്ലാമിനെ വിടുന്നതും തന്നെ ശരിയാണെന്ന് പറയേണ്ടി വരില്ല. അപ്പോൾ അത് തന്നെ അനുചിതമല്ല എന്ന് തോന്നുന്ന ധാരാളം പേരില്ല. കാരണം ഇതിലെല്ലാം തന്നെ എതിരെ അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മതം സ്വീകരിക്കുന്നത് കൊണ്ട് ആ മതം ശരിയായിക്കൊള്ളുന്നില്ല. ആ മതം നിരാകരിക്കുന്നത് കൊണ്ടും, അത് മതമായിക്കോട്ടെ, പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, കാഴ്ചപ്പാടായി അത് ശരിയായി. അത് വസ്തുതാപരമായി, ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി പരിശോധിച്ചു കൊണ്ടായിരിക്കണം അത് സ്വീകരിക്കേണ്ടതും നിരാകരിക്കേണ്ടതും. ഇപ്പോൾ ഇവിടെ ഈ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പേര് ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുമതം ശരിയാവും. അതേപോലെ തന്നെ പിന്നെ നാസ്തികർ ആയിത്തീരും, മതരഹിതരായിത്തീരുന്നുണ്ട്. അപ്പം മതരാഹിത്യം ശരിയായിത്തീരും. അതേപോലെ തന്നെ ഇതാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്, ഇസ്ലാമിനെ നിരാകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കാരണം ഒരു തെരഞ്ഞെടുപ്പോ ഒരു നിരാകരണമോ അത് ശരിയെന്നോ തെറ്റെന്നോ പറയുന്നതിന് അർത്ഥമില്ല. അത് ആശയപരമായിട്ട് സംവദിച്ചുകൊണ്ട് കാലങ്ങൾക്ക് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. കാരണം മറ്റുള്ളതുപോലെ സാമൂഹ്യ വിശകലന രീതികളെ, വിശ്വാസ വിശകലന രീതികളെ, നിലപാടുകളെ ഒരു സുപ്രഭാതത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകില്ല. കാരണം എനിക്ക് വെള്ളയായി തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വെള്ളയാവുന്നതോടൊപ്പം തന്നെ മഹാഭൂരിപക്ഷത്തിന്, അത് മൈക്രോ ലെവലിലുള്ള കാഴ്ചക്ക് തയ്യാറുള്ളവർക്കല്ലാത്തവർക്ക് എല്ലാവർക്കും തന്നെ വെള്ളയാണ്. അതുപോലെയുള്ള ഒരു പൊതുതത്വമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഈ മതങ്ങളുടെ കാര്യമോ പ്രത്യയശാസ്ത്രങ്ങളുടെ കാര്യമോ എത്തില്ല. അപ്പം അത് സംവാദങ്ങളിലൂടെ ആശയപരമായുള്ള
വിനിമയങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മെച്ചപ്പെട്ട സാമൂഹ്യ സൗഹൃദം കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനത്തെയാണ് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ഐക്യങ്ങളെല്ലാം തന്നെ. അത് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ, അതെല്ലാം ഒരു ഗോത്രത്തിനകത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഗോത്രം എന്നത് ഒരു രാജ്യം, ആ രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത വീക്ഷണക്കാർ, വിശ്വാസക്കാർ, അതിൽ തന്നെ ഉപഗ്രൂപ്പുകൾ വേറെ, ആ തരത്തിലെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതൊന്നും തന്നെ ഇങ്ങനെ ഉള്ള ഒറ്റ കാരണം കൊണ്ട് അതിന് ശരിയിട്ടും തെറ്റിട്ടും പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ ഖുർആൻ പഠിച്ചത് ഏത് സോഴ്സിൽ നിന്നാണ് എന്നെനിക്കറിയില്ല. പൊതുവിൽ ഇസ്ലാമിസ്റ്റുകൾ പറയാറുള്ളത് ജാമിദമാരിൽ നിന്നും ജബ്ബാർമാരിൽ നിന്നുമല്ല ഖുർആൻ പഠിക്കേണ്ടത്, ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്ന് എന്നാണ്. താങ്കൾ എങ്ങനെയാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ശരി, മാനവിക വിരുദ്ധമായി എന്തെങ്കിലും താങ്കൾ ഈ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? ഖുർആനിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ വിവേചനങ്ങളുണ്ട്. വിശ്വാസ വൈവിധ്യങ്ങൾ ചരിത്രപരമായ സാമൂഹ്യപരമായ കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ കടുത്ത വിവേചനങ്ങളുണ്ട്. കാരണം ഒരു മുസ്ലിമും ഒരു അവിശ്വാസിയും ഒരു അമുസ്ലിമും തുല്യരല്ല. പിന്നെ ഒരു സ്ത്രീയും പുരുഷനും തുല്യരല്ല. LGBT സമൂഹങ്ങളെ പരിഗണിക്കുന്നേ ഇല്ല. അതൊരു കാര്യം. ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ തന്നെ ഈ സൃഷ്ടികളിൽ തന്നെ ചിലർ നികൃഷ്ടരാണ്, നിന്ദ്യരാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. കാരണം സൂറത്ത് തൗബയിലെ 28-ാമത്തെ സൂക്തത്തിൽ ഇന്നൽ മുശ്രിക്കൂന നജസുൻ, ബഹുദൈവ വിശ്വാസികൾ നജസാണ്, അശുദ്ധരാണ് എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ അവരുടെ വിശ്വാസമാണ് കാരണം. ഈ വിശ്വാസം അവൻ തിരഞ്ഞെടുക്കുന്നതല്ല, ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം അവൻ്റെ ജന്മം കൊണ്ട് അവൻ്റെ ചുറ്റുപാടിലൂടെ അവനിൽ ഉരുത്തിരിയുന്നതാണ്. പ്രാഥമികമായി തലച്ചോറിൽ പതിഞ്ഞ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള കഴിവ് മഹാഭൂരിപക്ഷത്തിനും കുറവാണ്. ഒരു വസ്തുതയാണ്. ഈ വസ്തുതയ്ക്ക് നേരെ കണ്ണടക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളോടാണ് എനിക്ക് എതിർപ്പുള്ളത്. പിന്നെ വിയോജിപ്പുകൾ മുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ 53-ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന ബാലികയെ വിവാഹം കഴിച്ചതിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: പ്രവാചകന്റെ ആ കാലഘട്ടത്തിലെ ധാർമ്മികത ഈ കാലഘട്ടത്തിലെ ധാർമ്മികതയുമായി നമുക്ക് യോജിക്കാൻ പറ്റുമോ? നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ചുരുക്കത്തിൽ പ്രവാചകന്റെ ധാർമ്മികത മാറിക്കൊണ്ടേയിരിക്കുമോ? ഈ ധാർമ്മികതയ്ക്ക് കൃത്യമായിട്ട് 2 നിർവചനങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നത്. ഒന്ന്, ദൈവവിശ്വാസികളുടെ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമം, ഗ്രന്ഥത്തിലുള്ള നിയമം അതെന്താണോ അത് ഫോളോ ചെയ്യുക, അതാണ് ധാർമ്മികത. അതിൽ വിലക്കിയത് എന്താണോ അത് ചെയ്യാതിരിക്കുക, പിന്നെ കൽപ്പിച്ചതെന്തോ ചെയ്യുക. ഇനി ഗുണപരമായിട്ടുള്ളത് എന്താണോ അതിൻ്റെ ആ ചക്രത്തിൽ വെച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വേർതിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ വേർതിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ശൈശവിവാഹം എങ്ങനെ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും വെളിപാട് വന്നതുകൊണ്ട് ഇതാ നാളെ മുതൽ 18 വയസ്സാക്കി എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് വന്നതല്ല. ഒരു നൂറ്റാണ്ട് കാലത്തെ ക്രമപ്രവൃത്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ പോലും തന്നെ പിന്നെ വിവാഹപ്രായം നിയമം പെൺകുട്ടികളുടേത് 18 വയസ്സാണ്, ആൺകുട്ടികൾ 21 വയസ്സാണ്.
അതൊക്കെ ഒരു അപ്പം തന്നെ അവിടെ മാറുന്നുണ്ട്, ധാർമ്മികത അവിടെ മാറുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. ഈ ധാർമ്മികത മാറുന്നു എന്നതുകൊണ്ട് മതവിശ്വാസികളുടെ ധാർമ്മികത അവിടെ മാറുന്നുണ്ട്, പക്ഷെ മതവിശ്വാസികൾ അത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമാണ്. 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മനുഷ്യരുടെ, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെയുള്ള മനുഷ്യരുടെ ഒരു ധാർമ്മിക ചിന്തയല്ല ഇന്നത്തെ മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് ഇന്ന് വിശ്വാസികൾ പോലും തന്നെ പെൺകുട്ടികളെ ഇപ്പോൾ 18 20 കഴിഞ്ഞ്, 18 പ്രായം വെച്ചുകണമെങ്കിലും തന്നെ ഇപ്പം എൻ്റെ മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ധാരാളം കുട്ടികളെ ഇപ്പോൾ ഈ പരിസരത്തെല്ലാം കാണും. 20, 21, 22, 23 വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടികളെ വരെ നമുക്ക് കാണാൻ കഴിയും. വിവാഹം ചെയ്ത് അയക്കാത്തതിന് കാരണം, അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീക്ക് പുരുഷന് തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാകണമെങ്കിൽ വിദ്യാഭ്യാസം പ്രധാനമായ ഒരു കാര്യമാണ്. മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് ആധുനിക മനുഷ്യൻ വേർതിരിയുന്നത്, ഇന്നും തന്നെ ഈ വേട്ടയാടി തിന്നുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. അത് ഞാൻ വസ്തുതയ്ക്ക് നേരെയല്ല. പക്ഷെ മുഖ്യധാരാ സമൂഹം മാറിയിട്ടുള്ളത് ദീർഘകാലമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ അഭ്യസിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഓരോ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്, നിർമ്മാണ ഫാക്ടറിയാണ്. അപ്പോൾ ഞാൻ കണ്ടെത്തുന്ന കാര്യമാവില്ല എൻ്റെ മറ്റൊരാൾ കണ്ടെത്തുക. ഈ പരസ്പരം അറിവുകളെ പരസ്പരം കൈമാറിക്കൊണ്ട് എന്നാൽ മാത്രമേ മനുഷ്യൻ്റെ വൈജ്ഞാനിക പുരോഗതി ശീഘ്രഗതി അതിന് വേഗം കൂടാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് എത്ര സ്ഥലത്താണ് അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നത്. അപ്പം തന്നെ സ്വാഭാവികമായും ജനതയുടെ പാതിയാണ് സ്ത്രീകൾ. ആ ജനതയുടെ പാതിക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് മെച്ചപ്പെട്ട അറിവ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ നിർബന്ധമായും ഈ വിദ്യ അഭ്യസിക്കേണ്ടത് നിർബന്ധമായി തീരുകയാണ്. വിവാഹം അതിന് കൃത്യമായൊരു തടസ്സം തന്നെയാണ്. അത് എല്ലാ സമൂഹങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പോലും വിവാഹപ്രായ നിയമം ഇപ്പോൾ 18 നിയമം കൊണ്ടുവന്നു. കാരണം നോളജ് ഇൻഡെക്സിൽ ആദ്യമായിട്ടൊരു മുസ്ലിം രാജ്യം വരുന്നത് 40ാമത്തെ റാങ്കിലാണ്. കാരണം എന്താ പറഞ്ഞാൽ ജനതയുടെ പാതിക്ക് ജ്ഞാനം സമ്പാദിക്കുവാനോ ആ ജ്ഞാനം വിനിമയം ചെയ്യുവാനോ ഉള്ള കഴിവില്ല. കാരണം കുറേ ആൾക്കാർ പഠിക്കുമ്പോൾ കുറേ ആളുകളെ ഇതാക്കുമ്പോൾ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യപ്പെടുള്ളൂ. 1000 പേരെ പഠിപ്പിക്കുമ്പോഴാണ് അതിലൊരു പ്രൊഫഷണലാണ് രൂപപ്പെടുക. അപ്പോൾ അതിൻ്റെ എത്ര പേർക്ക് കാരണം എല്ലാവരും തന്നെ ജനിതകപരമായിട്ട് ബുദ്ധിപരമായ മത്സരക്ഷമതയോ മറ്റോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിൽ എത്രമാത്രം പേർക്ക് വിദ്യ അഭ്യസിക്കുവാനും ആ അഭ്യസിച്ച വിദ്യ അനുസരിച്ച് വിനിമയം ചെയ്യുവാനും അറിവിനെ വിനിമയം ചെയ്യുവാനും അനുസരിച്ചിട്ടാണ് ഇതുണ്ടാകുക. ഇത് സൗദി അറേബ്യയിൽ, UAE എല്ലാം തന്നെ ഇപ്പോൾ വിവാഹപ്രായ നിയമം ഉയർത്തിയിട്ടുണ്ട്. അത് വലിയൊരു പുരോഗമനപരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ മക്ബൂർ പണ്ട് പറഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ക്ലിപ്പ് കിടക്കുന്നുണ്ട്. ആ വീഡിയോ പറയുന്നത് എന്താണ്? ഒരു 17 വിവാഹപ്രായം ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ പറയും. പുതിയ വ്യാഖ്യാന ഫാക്ടറി കയറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ കാലത്തൊക്കെ നല്ലത്. പക്ഷേ വിവാഹത്തിന് പ്രായം ഒരു കാരണമായിട്ട് ഒരു വിവാഹപ്രായം നിശ്ചയിക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി പിന്നെ MN കാരശ്ശേരിയോടും പറയുന്നുണ്ട് ഈ വിവാദം. അതിന് പറയുന്നതിന് ഒരു 17:45 ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആ പ്രായമായ പെൺകുട്ടി ആ കുട്ടിക്ക് ആ പ്രായമായപ്പോഴേ ആ കുട്ടിയുടെ പിതാവ് മരണാസന്നനായി കിടക്കണം. ആ കുട്ടീനെ ഒന്ന് കെട്ടിച്ചിട്ട് കാണണം വലിയൊരു പൂജ്യമാണ് ആർക്ക്. അപ്പം ഈ കാടൻ നിയമം മൂലം ആ മംഗല്യ സൗഭാഗ്യം കാണാനുള്ള ഒരു അവസരമാണ് നിഷേധിക്കുന്നത്. ഇതേ ന്യായം എന്നല്ല. 5 പ്രായമുള്ള
ഒരു കുട്ടി, ഒരു പെൺകുട്ടിയുള്ള ഒരു തന്തക്ക് ഉണ്ടായിക്കോട്ടെ ഈ ആഗ്രഹം അല്ലേ? 6 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ഇത് വരുമല്ലോ. 6.25 വയസ്സുള്ള കുട്ടിക്കും കുട്ടിയുള്ള ഒരു തന്തക്കും തന്നെ മരണാസന്നനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടാവാം. അവിടെ ചെയ്യേണ്ടത് എന്താണ് ശരിക്കും? ഈ ചെയ്യേണ്ടത് തങ്ങളുടെ സഹോദരങ്ങളോടെല്ലാം തന്നെ ആ ഒരു കുടുംബ ബന്ധങ്ങളെല്ലാം തന്നെ ഇതാക്കുകയും അല്ലെ സ്റ്റേറ്റ് തന്നെ ഇതാക്കുകയും അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക. ഇനി അങ്ങനെ വിവാഹം ചെയ്ത് കൊടുത്തു എന്ന് ചോദിച്ചു. ഇത് 3 തലാഖ് കൊണ്ട് ഒഴിവാണ് എത്രയോ വിവാഹമോചന കേസുകൾ നമ്മൾ നടക്കുന്നുണ്ട്. പിതാവും കൂടി ഇല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ. പക്ഷെ ആ കുട്ടിക്ക് ആ നേരം കൊണ്ട് എല്ലാവരും കൂടി സഹായിച്ചുകൊണ്ട് നല്ലൊരു പഠന വിവാഹ പ്രായം നല്ല വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അതെല്ലാവരും മെച്ചപ്പെട്ടത്. വിവാഹ ജീവിതങ്ങളെല്ലാം 100% വിജയിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസികളും തന്നെ അറിയാതെ ആധുനികമായി കൊണ്ടുണ്ടാവുന്ന അറിവിനനുസരിച്ച് അവരുടെ ധാർമ്മിക നിയമങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ധാർമ്മികതയുടെ ചിന്ത തന്നെ അവരുടെ യുക്തിബോധവും ജ്ഞാനപരിസരവും തന്നെ വർദ്ധിക്കുന്നതിനനുസരിച്ചും ജനാധിപത്യ ബോധം വികസിക്കുന്നതിനനുസരിച്ചും ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് മാറുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് യാഥാർത്ഥ്യം. പിന്നെ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് നബി ഒരു പ്രത്യയശാസ്ത്രമാണ് ആയിട്ട് വർത്തിക്കുന്നത് കൊണ്ടാണ്. എക്കാലത്തേക്കുമുള്ള ഒരു മാതൃക ഉണ്ട് എന്ന് പറയുമ്പോൾ എക്കാലത്തേക്കുമുള്ള ഒരു മാതൃക ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ മുസ്ലിമിന് പോലും ഒരു ശരാശരിയിലെ 99% മുസ്ലിങ്ങൾക്ക് പോലും ഒരു എന്ന് തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അന്ധമായി അനുകരിക്കാനുണ്ടാവുന്ന ഈ മനോവിചാരം ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ തന്നെ സംരക്ഷിക്കുവാൻ കഴിയും എന്നതുകൊണ്ടാണ് അദ്ദേഹം ശരികളും തെറ്റുകളുമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ 6 വയസ്സിൻ്റെ വിവാഹകാര്യം പറയുന്നതിന് ആധാരം. ഖുർആനിലെ യുദ്ധങ്ങളെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 2 രാജ്യങ്ങൾ പരസ്പരം സമാധാനം ഊട്ടിയുറപ്പിക്കാൻ, അതിൻ്റെ മുകളിൽ ഒരു സമാധാനവും സന്തോഷവും സുഖവും അതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി പലരുടെയും കഴുത്ത് വെട്ടണ്ടേ? മനോഹരമായ വെട്ടൽ, നമുക്ക് വേണമെങ്കിൽ വിശുദ്ധമായ വെട്ടൽ എന്നൊക്കെ പറയാം. പ്രവാചകൻ ചെയ്ത ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളൊക്കെ തന്നെയും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നോ? നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നോ? എന്താണ് താങ്കളുടെ വിലയേറിയ അഭിപ്രായം ആ വിഷയത്തിൽ? ഇസ്ലാമിലെ യുദ്ധം, ഖുർആനിലെ യുദ്ധം എന്നൊക്കെ പറയുമ്പോഴേ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇമാം അക്ബറിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു. ഒരു വലിയ ദീർഘമായ വീഡിയോ ക്ലിപ്പാണ്. അതിനുള്ളിൽ കഞ്ചാവ് ആംബുലൻസിൽ കടത്തുന്ന കാര്യമാണ് മൂപ്പര് കാര്യം കടത്തുന്നത്. മൂപ്പര് വീഡിയോ ക്ലിപ്പുകളുടെ സ്വഭാവം അതാണ്. കാര്യം മൂപ്പര് പറയും. പക്ഷെ കാര്യം അതിൽ നിന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വലിയ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. 12 13 മിനിറ്റാണോ അതിന് 15 മിനിറ്റുള്ളതിനുള്ളിൽ ആകെ 2 മിനിറ്റാണ് ഈ കാര്യം പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓടിയിട്ടാണ് മൂപ്പര് ഈ കാര്യം പറയുന്നത്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം ഉള്ള നിയമപ്രകാരമുള്ള ഒരു രാഷ്ട്രത്തിന് മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് ദഅവത്ത് നടത്തുവാനുള്ള അവകാശത്തിന് വേണ്ടി ആ ദഅവത്ത് പ്രകാരം സ്വീകരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള അനുമതിയുണ്ട് എന്നാണ് അതിന് സംക്ഷിപ്ത സാരം. അതൊരു ഇസ്ലാമിക പ്രബോധനം നടക്കാത്ത നാട്ടിൽ ഇസ്ലാമിക പ്രബോധനം നടത്താനുള്ള അവകാശത്തിന് വേണ്ടി ആ രാജ്യത്തിന് ആക്രമിക്കാമെന്ന് സാരം. ഉദാഹരണത്തിന് ഈ ഇന്ത്യ രാജ്യത്ത് എം അക്ബർ ദഅവത്ത് ചെയ്യുകയാണ്, മറ്റേ ഏതെങ്കിലും ഇസ്ലാമിക പ്രബോധനം ചെയ്യും. ഇപ്പം മതപ്രബോധന അവകാശം താൽക്കാലികമായിട്ട് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നിരോധിച്ചു, എന്തെങ്കിലും കാര്യം എറർ പറഞ്ഞുകൊണ്ട് നിരോധിച്ചു എന്ന് വെക്കുക. എന്തെങ്കിലും സാമൂഹ്യ സാഹചര്യങ്ങൾ ഇപ്പം ഇന്ത്യ ഒരു മതരാജ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് മതരാജ്യമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അത് ന്യൂനപക്ഷങ്ങളുടെയും ജനാധിപത്യവാദികളുടെയും മൗലികപരമായ ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിൽ എത്രമാത്രം ജനാധിപത്യവാദികളെന്ന് പറയുന്നവർ നിർവഹിക്കുന്നുണ്ടോ, ന്യൂനപക്ഷങ്ങളെന്നവർ നിർവഹിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ നിയമം മൂലം നിരോധിച്ചു. എം അക്ബർ അപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് കരുതുക. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 100% 90% എന്നൊക്കെ നോക്കണമെന്ന് ലോകത്തൊറ്റ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും ശൂന്യതയിൽ നിന്നും പൊട്ടിമുളക്കുന്നതല്ലെന്നല്ല ഇസ്ലാമിക രാഷ്ട്രം. നിലവിലുള്ള ഒരു മറ്റൊരു രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്നതാണ്. അപ്പോൾ നാളെ സുപ്രഭാതത്തിൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാവാം. ആ സമയത്ത് എം അക്ബറിൻ്റെ പ്രബോധനത്താൽ മറ്റുള്ളവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൻ്റെയും പിന്നെ അവകാശത്താൽ എന്നതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പാകിസ്ഥാനിക്ക് ഇന്ത്യയെ ആക്രമിക്കാം. അപ്പോൾ അതിനെ തുടർന്നുണ്ടാവുന്ന ബന്ദികൾ എങ്ങനെ പിടിക്കണം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ആണ് ഇസ്ലാമിൻ്റെ യുദ്ധമെന്ന് ഇവർ പറയുന്നു. അപ്പോൾ മറ്റൊരു മൗദൂദി സാഹിബ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികൾക്ക് ഭൂമിയിൽ ഭരിക്കാൻ അർഹതയില്ല, അത് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്നാണ്, പരമമായ ലക്ഷ്യം എന്നാണ്. അതായത് ദിമ്മിയായിട്ട് മറ്റുള്ളവരൊക്കെ നമുക്ക് സെക്കൻഡ് സിറ്റിസനായിട്ട് നിലനിർത്താമെന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ ഈ 3 വിഭാഗത്തിലും തന്നെ എന്താണ് ഒരു ഇസ്ലാമേതര പൗരനിക്ക് പരിഗണന ഉണ്ടാവില്ല. ഞാൻ ഒരു വല്ല വൃത്യനായിട്ടോ മറ്റുള്ള എന്തൊക്കെയായിട്ടോ ഇവർക്ക് അറിയാത്ത പണി ചെയ്യിക്കാനോ ചിലപ്പം ചെയ്ത് അങ്ങനെയൊക്കെ ഇളവുണ്ടെന്ന് ഞാൻ ഫിഖ് ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, കണ്ടിട്ടില്ല. ഒരു മുഷാവറയിൽ ഒരു കാഫറിന് അനുവാദം കൊടുക്കുന്ന ഒരു ഇസ്ലാമിക് മുഷാവറ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഒരു ജുഡീഷ്യറിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഇതാണെന്നുള്ള അവിടെ മൗദൂദി സാഹിബും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ യുദ്ധം ഏതാന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഇതേ കാര്യം ഇത് കൈക്കോട്ടുമായിട്ടാണ് കാര്യം. ഇപ്പോൾ സൗദി അറേബ്യയിൽ മറ്റേതെങ്കിലും മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തുനിഞ്ഞു. അത് ആ സൗദി അറേബ്യ വിലക്കി കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ പറ്റുമോ? അത് മുസ്ലിമിന് ഇഷ്ടപ്പെടുമോ ഇല്ലേ? ഇത് ചോദിച്ചാൽ മതി. മുസ്ലിമിന് ഇഷ്ടപ്പെടില്ല. പകരം നയതന്ത്രപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗദിക്കകത്തുമായിട്ട് സൗദി ജനതയുടെ ഭരണാധികാരികളെ അതിന് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു ദൈവത്തിന് ഇങ്ങനെ നിസ്സഹായാവസ്ഥ വരും. ദൈവത്തിന് ഇങ്ങനെ തൻ്റെ മതം പ്രചരിപ്പിക്കാൻ ഇങ്ങനെ നിസ്സഹായാവസ്ഥ വരും. വാട് പിടിച്ചിട്ട് ഇതാക്കാണ്. കാരണം ഇന്ന് ജനാധിപത്യ അവകാശങ്ങൾ ഏജ് ഓഫ് റീസൻ്റെ കാലത്ത് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ അതൊന്നും വാളെടുത്തിട്ടൊന്നുമല്ല ഇതാക്കിയിട്ടുള്ളത്. അതിപ്പോൾ ഓരോ അവകാശം കാരണം ഞാൻ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഫലമായി വിശ്വാസഭേദമന്യേ ദേശഭേദമന്യേയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിൽ ധാരാളം പോരായ്മകളുണ്ട്. പക്ഷെ മനുഷ്യ നിർമ്മിച്ച അതിന് പോരായ്മകളുണ്ടെങ്കിലും തന്നെ ഇതിന് മെച്ചപ്പെട്ടതാണ്. അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എത്രയോ രാജ്യങ്ങൾ സൈൻ ചെയ്തു, മുസ്ലിം രാജ്യങ്ങൾ ഒഴികെ. അവരതിന് പാരലായിട്ട് കൈറോ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, CDHR. അതിൽ ധാരാളം വിവേചനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യർക്ക് ഇല്ലാത്ത പരിമിതി പോലും പരിമിതിയും പരാധീനതയും പോലും തന്നെ അള്ളാഹുവിൻ്റെ ആശയങ്ങൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞ് എത്ര ദൗർഭാഗ്യപരമാണ്. അത് ദൈവികമല്ല ഇത് എന്നത്. കാരണം യുക്തിപരമായും വസ്തുതാപരമായും ഈ മതരാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടതായതുകൊണ്ടാണല്ലോ ബംഗ്ലാദേശ് സെക്യുലർ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചത്, ഹിന്ദു നാഷനായിരുന്ന നേപ്പാൾ സെക്യുലർ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചത്. അതൊന്നും അവിടുത്തെ കാരണം എന്ന് പറഞ്ഞാൽ
ജനതകൾക്ക് തന്നെ ഈ സാമൂഹ്യ സംഘർഷങ്ങൾ കണ്ടു മടുത്തിട്ട് മതി എന്ന രീതിയിലാണല്ലോ ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. ഈ ലീഗ് ഓഫ് നേഷന്റെ തകർച്ചയ്ക്ക് ശേഷം പോരാ, ഇനി ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ പറ്റൂല എന്ന രീതിയിൽ പിന്നീട് യുണൈറ്റഡ് നേഷൻ വരുന്നത്. അപ്പോൾ മനുഷ്യനിക്കുണ്ടാവുന്ന പരിമിതിയേക്കാൾ വലിയൊരു പരിമിതി പിന്നെ അള്ളാഹുവിനുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ദൗർഭാഗ്യപരമാണത്, എത്രമാത്രം ലജ്ജാപരമാണത്. ആ ലജ്ജാപരമായ വിഷയം അത് അവിടെ മാത്രം, അകത്തുള്ള മാത്രം, പുറത്തുള്ള പോട്ടെ, അകത്തുള്ള വിഷയം എന്താണ്? ഇപ്പൊ ഖുർആൻ നേരിട്ട് പറഞ്ഞ് വിശേഷിപ്പിച്ചൊരു വിഭാഗമാണ് എന്തെന്ന്, റളിയല്ലാഹു അൻഹും വറളു അൻഹും. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണെന്ന് പറയും. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ആയിഷ, അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളാണ് അലി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തുടങ്ങിയ ധാരാളം പേര്. പരസ്പരം എന്താ ഇതിൻ്റെ അവസ്ഥ? പരസ്പരം കൊന്നും കൊലവിളിച്ചും എത്ര നൂറ്റാണ്ടുകളായിട്ട്. ഇപ്പം ഈ നൂറ്റാണ്ടിൽ പോലും യമനിൽ ഞാൻ പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ നിന്നും മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനിൽ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു. അഫ്ഗാനിസ്ഥാൻ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു. ഇറാഖിൽ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു. ഏതൊരു നാട്ടിൽ അത് ആഭ്യന്തരമായിട്ടും തന്നെ മുഹമ്മദ് നബിയുടെ മരണശേഷം തന്നെ ധാരാളം പേർ മതം ത്യജിക്കുന്നു. എന്താ കാരണം? ഇതൊരു ഉത്തമക്കനെ മനുഷ്യർക്ക് മെച്ചപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ മനുഷ്യരെന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അതങ്ങനെയാണല്ലോ ഈ പാരമ്പര്യ വൈദ്യങ്ങളെ മറികടന്നുകൊണ്ട് മോഡേൺ മെഡിസിൻ അതിജയിച്ച് നിൽക്കുന്നതിന് കാരണം. ധാരാളം അവകാശവാദങ്ങൾ ഉണ്ടായിട്ടും തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ്, തന്നെ ആയുർവേദത്തിന് മരുന്നുണ്ടെന്ന് പറയുന്നു, കൊറോണക്ക് മരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ, എൻ്റെ വീടിനോട് ചാരി നിൽക്കുന്ന ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇത് മരുന്ന് വിതരണം ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ച്, അപ്പോൾ ഇനി സോഷ്യൽ ഡിസ്റ്റൻസും ലോക്ക്ഡൗണൊന്നും വേണ്ടല്ലോ. അത് വേണം. അല്ല, ഇത് പ്രതിരോധത്തിനാണോ? ആ പ്രതിരോധത്തിനാണ്. ഇതുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇത് വേണ്ടല്ലോ. അപ്പം കുറച്ച് ആൾക്കാർക്കൊക്കെ തിരിയും. അങ്ങനെയാണല്ലോ ഇത് ഉപയോഗിക്കുന്നതിൽ തന്നെ. ഇതുകൊണ്ട് ഫലം കിട്ടിയാൽ കിട്ടി, ചക്ക വീണ് കഴിഞ്ഞാൽ മാറി ചത്ത് കഴിഞ്ഞാൽ ചത്ത് എന്നുള്ള ആൾക്കല്ലാതെ അതിൻ്റെ അപ്പുറം മോഡേൺ മെഡിസിൻ്റെ അത്ര പ്രാധാന്യത്തോടു കൂടി ഈ പരമ്പരാഗത വൈദ്യങ്ങളെ പരിഗണിക്കുന്നവർ പോലും പരിഗണിക്കുന്നില്ല. ഈ വളരെ മൈക്രോ ലെവലുള്ള ന്യൂനപക്ഷകാലം പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ള ആശയങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതനിക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദൂതൻ മറ്റുള്ളവൻ്റെ മേൽ അതിനെ വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ആ ദൈവം ഒരു ഗതികെട്ട ദൈവമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു ഫേക്ക് ദൈവമാണ്, ഒരു വ്യാജ ദൈവമാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ആ കാലത്തിൻ്റെ ആ ചുറ്റുപാടിനനുസരിച്ച് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്ന മാനസികപരമായ ചില പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ സാമൂഹ്യപരമായ ചില പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികളെ ദൈവവിശ്വാസത്തെ ആദ്യം അദ്ദേഹം ഒരു ദിവ്യബോധനം എന്നുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. കാരണം ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈന് പോലും തന്നെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു മിഥ്യാവബോധം ഉണ്ടായിരുന്നു. പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ അറബികളെ ഏകീകരിക്കുന്ന ഒരു നവോത്ഥാന അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്ന് ആ കാലത്ത് പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടിരുന്നു. അങ്ങനൊരു മിഥ്യാവബോധം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മിഥ്യാവബോധം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. പിന്നീട് അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കാൻ, അദ്ദേഹത്തെ അനുസരിക്കുന്നവരെയും അനുസരിക്കാത്തവരെയും രണ്ടായിട്ട് വേർതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് ശരിയാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ യുദ്ധത്തിൻ്റെ കാരണം. പക്ഷെ ആ കാലത്തുണ്ടാകുന്ന ഏതൊരു ഗോത്ര നേതാവും ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുമ്പോഴാണ്, ഒരു ദൈവത്തിൻ്റെ പ്രവാചകനിൽ നിന്ന് ഒരിക്കലും തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ദൈവത്തിൻ്റെ പ്രവാചകൻ ചെയ്യില്ല. അതിന് മനുഷ്യനുണ്ടാകുന്ന ദൗർബല്യങ്ങളും പോരായ്മകളും ഒരു ദൈവത്തിൻ്റെ പ്രവാചകനിൽ ഉണ്ടാവുക അസംഭവ്യമാണ്.
ഏതാനും എണ്ണപ്പെട്ട ചില വാനരപ്പടകൾ ഇസ്ലാം വിട്ടാലും ഇസ്ലാം വളരുകയല്ലേ അങ്ങ് യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ ഇസ്ലാം വളരുന്നു എന്നതിനെ സംബന്ധിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇസ്ലാം മതം വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 നൂറ്റാണ്ടായിട്ടും വളർന്നിട്ടും ഇന്നും തന്നെ രണ്ടാമത്തെ മതം തന്നെ. ഒന്നാമത്തെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും ക്രിസ്തു മതം തന്നെയല്ലേ. ഒരു വസ്തുവായിട്ട് കിടക്കുന്നുണ്ട്. 30% പേരും തന്നെ ക്രിസ്ത്യാനികളാണ്. 23% പിന്നെ ഈ എല്ലാവരും കൂടി കൂട്ടിക്കാലും തന്നെ മുസ്ലിങ്ങളായിട്ടുള്ളൂ. വളരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 നൂറ്റാണ്ടായിട്ട് ഒന്നാമതായിട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല. ഈ 10-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാം മതം 10-12 നൂറ്റാണ്ട് കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മതം, ഏറ്റവും കൂടുതൽ ഭൂമിക ഉണ്ടായിരുന്ന മതം ഇസ്ലാമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ യൂറോപ്പിൽ നിന്നെല്ലാം തന്നെ കുരിശുദ്ധങ്ങളെ തുടർന്ന് വീണ്ടും തന്നെ തിരിച്ച് ഇസ്ലാമിൻ്റെ വേലിയിറക്കം ഇങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്തത്. യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിനെ ആ മതം സ്വീകരിച്ചവരിൽ നിന്ന് തന്നെ നിരാകരിക്കുന്നുണ്ട്. അങ്ങനെ നിരാകരിക്കുന്നവർ എന്തുകൊണ്ട് ഇസ്ലാം മതം നിരാകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കപടവിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൗണ്ടർ പിന്നെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ ഇസ്ലാമിക ദേവപ്രബോധകർ മലയാളത്തിൽ തന്നെ ധാരാളം പേര് നടത്തുന്നത് നമ്മൾ യൂട്യൂബിൽ കിട്ടാനുണ്ട്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അത് അവരവരുടെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു ഇതേപോലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇസ്ലാമേതര ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടി കൊടുക്കുക, എന്നിട്ട് അതിജയിക്കട്ടെ. അങ്ങനെ എല്ലാ ഭൂമികളിലും ഇസ്ലാം ശരിയാണെന്ന് തോന്നുന്നു എങ്കിൽ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, നിരാകരിക്കുന്നവർ നിരാകരിക്കട്ടെ. പക്ഷെ അതിന് ഞങ്ങൾക്ക് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് ഞങ്ങളത് അനുവദിക്കൂല. അല്ലാത്തടത്ത് ഞങ്ങൾ മതം പ്രചാരം അവകാശം ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. പിന്നെ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഇപ്പം സെൻകുമാറിനെ ശരിക്കും പറഞ്ഞാൽ സെൻകുമാറിൻ്റെ വിവാദം എന്താണ്? ശരിക്കും സെൻകുമാറിനെ സംഖ്യയാക്കിയത് ഞാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഇവിടുത്തെ പിണറായി വിജയനും ആണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം പിന്നീട് വിരോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ചാടിയതാണ്, ചാണകുഴിക്ക് പോയി പിന്നെ ചാടിയതാണ്. നാം ഈ കാരണം എന്താ പറഞ്ഞാൽ അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം ഒന്നിനോട് വിരോധം വന്നു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ചിന്തകരായ പലരും തന്നെ കാണുന്നുണ്ട്. ജനിച്ചു വളർന്ന മതത്തോട് വിരക്തി വന്നു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ ആശയങ്ങളോടുണ്ടാവുന്ന വിരക്തിക്ക് പകരം ആ മതത്തിൻ്റെ സമൂഹത്തോടുണ്ടാവുന്ന എതിർപ്പ് ചിലരിൽ കാണുന്നുണ്ട്. അത് ഹിന്ദുക്കളിൽ കാണുന്നുണ്ട്, മുസ്ലിങ്ങളിൽ കാണുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ സ്വഭാവം കാണുന്നുണ്ട്. അവരോടുണ്ടാവുന്ന അന്ധമായ ജനതയോടല്ല, ആശയങ്ങളോടാണ് നമുക്ക് എതിർപ്പുണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ സെൻകുമാറിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് നിരക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അതൊരു വസ്തുതയാണ്, ഫാക്റ്റാണ്. അതിന് വലിയ പോളിടെക്നിക്കൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കണക്കുണ്ട് കിട്ടും. അപ്പോൾ വർദ്ധിച്ച ജനന നിരക്ക് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതലാണ്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയിട്ട് ഉള്ള വിമർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ്. കുട്ടികളുണ്ടാക്കാൻ പറ്റിയ പണിയൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആണും പെണ്ണും കിടന്നു കഴിഞ്ഞാൽ 99% ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് തന്നെ ഗർഭം ധരിക്കാൻ വലിയ പണിയൊന്നുമില്ല. പ്രസവിക്കുന്ന നേരത്തെ കുറച്ച് ചിലവുണ്ടാവും, സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് എന്നാൽ പ്രസവത്തിൽ മരിക്കുന്നവരുടെ ശിശുമരണ നിരക്ക് കുറവാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. പണ്ടത്തെ മതിയുണ്ട്. സ്ത്രീകളുടെ മരണനിരക്കും തന്നെ പ്രസവത്തിൽ കൊല്ലപ്പെടുന്ന പ്രസവാനന്തര അസുഖങ്ങൾ ഉണ്ടാകുന്ന മരിക്കുന്നവരുടെ എണ്ണവും തന്നെ ഇതും തന്നെ കുറവാണ്. അതാണ് ഒരു കാരണം. ഫെർട്ടിലിറ്റി റേറ്റ് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. രണ്ടാമത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഇസ്ലാം പ്രബോധനം ഇസ്ലാമേതര ആശയങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. ഇസ്ലാമേതര ആശയങ്ങൾ പ്രബോധനം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു. മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഈ പൗഡർ ട്രൈ ഇസ്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വീകരിക്കും. ഇതോടൊപ്പം തന്നെ ഇൻവെസിബിൾ എത്തിസം എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുന്നത് അദൃശ്യരായ നാസ്തികർ എന്ന രീതിയിൽ അറിയാം. ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിൽ എക്സ് മുസ്ലിം കൗൺസിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ കേരളത്തിൽ തന്നെ സമീപ ഭാവിയിൽ തന്നെ അത് രൂപപ്പെട്ടേക്കാം. രൂപപ്പെട്ടുകണമെന്ന് എനിക്കറിയില്ല. അതിന് രജിസ്റ്റർ ചെയ്തെന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സമീപ ഭാവിയിൽ അത് രൂപപ്പെട്ടേക്കാം. അപ്പോൾ കാരണം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, പ്രത്യേക കൂട്ടായ്മ ഉണ്ടായേക്കാം. ആയിരക്കണക്കിന് പേര്, ഇപ്പോൾ എനിക്കറിയാവുന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ച് ധാരാളം പേരുണ്ട്. ഇപ്പോൾ ഈ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലെല്ലാം നിന്നുള്ള ധാരാളം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ നിന്ന് സ്വീകരിക്കുകയും അവർ പിന്നീട് നാസ്തികരായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ സമീർ അബ്ദുള്ള, അദ്ദേഹം മുഖേന ധാരാളം പേര് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. അതിന് വേറെ ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹം ഇപ്പം നാസ്തികനായി മാറിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം സംഭവിക്കുന്നു. അതൊന്നും തന്നെ ഒരു മതത്തിൻ്റെ അളവ് പോലെ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് പിന്നെ അതിന് തെറ്റിടാനും തന്നെ മാർക്ക് ഇടാതിരിക്കാനും കാരണമായി മാറുമല്ലോ. അതൊന്നും ഒരു മതം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനുള്ള ഒരളവ് പോലല്ല എന്നാണ് പറയാനുള്ളത്. അളവ് പോലാണെങ്കിൽ എല്ലായിടത്തും തന്നെ മുസ്ലിം രാജ്യങ്ങളിലും തന്നെ ഈ അവകാശങ്ങളെല്ലാം തന്നെ വകവെച്ചു കൊടുക്കുക, ജനാധിപത്യപരമായ സംവാദങ്ങൾ ങ്ങളിലൂടെ മതം സ്വീകരിക്കുവാനും നിരാകരിക്കാനുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കുക. എന്നിട്ട് സ്വീകരിക്കുന്നത് സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ നിരാകരിക്കുന്നത് നിരാകരിക്കട്ടെ. ഒരു യുക്തിവാദി മുസ്ലിം ആയിക്കണിച്ചിട്ടോ, ഒരു ഹിന്ദു മുസ്ലിം ആയിക്കണിച്ചിട്ടോ, ഒരു ക്രൈസ്തവ മുസ്ലിം ആയിക്കണിച്ചിട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശം നിഷേധിക്കുവാനുള്ള ഒരു ഭരണ വ്യവസ്ഥ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് എന്നത് നമ്മുടെ ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരുടെ ഒട്ടുമിക്ക ഇസ്ലാമിക പ്രബോധകരുടെ ഉള്ളിൽ ഇപ്പോൾ അത് തന്നെയാണ്. അത് കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ എന്താ വെച്ചാൽ റഷ്യയിൽ ചെച്നിയ പ്രശ്നമാകുന്നതിന് കാരണം അവിടെ മുസ്ലിം പോപ്പുലേഷൻ അവിടെ കൂടിയപ്പം ചെച്നിയ ഒരു പ്രശ്നമായി മാറുകയാണ് ചെയ്യുന്നത്. കാശ്മീർ ഒരു പ്രശ്നമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സെലഫികൾക്കും മൗദൂദികൾക്കും കാര്യമായ സ്വാധീനം ഇന്നും കിട്ടിയിട്ടില്ല. അവർ സൂഫി താവഴിയിലുള്ള പൂർണ്ണമായിട്ട് സെലഫിസത്തിൽ ഇന്ന് സുന്നികൾ ചിലർ പഠിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. സൂഫി താവഴിയിലുള്ള സുന്നികൾക്കാണ് മുസ്ലിം മെജോറിറ്റി എന്നതുകൊണ്ടാണ് കേരളം കത്താതെ നിൽക്കുന്നതിന് ഒരു കാരണം. പക്ഷെ അത് കാരണം അതുകൊണ്ട് സൂഫി താവഴിയിലുള്ള സുന്നി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മുസ്ലിങ്ങളാണ്. സമസ്തക്കാരായിക്കോട്ടെ, രണ്ട് സുന്നി സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആയിക്കോട്ടെ, ഈ മറ്റേ സുന്നി ജമിയത്തുൽ ഉലമ ആയിക്കോട്ടെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ആയിക്കോട്ടെ, ഈ സംസ്ഥാനമായിക്കോട്ടെ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാവും. വിഷയം ചേകൻ മൗലവിനെ കൊന്നത് കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്, ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവർ അകത്തുള്ള പ്രശ്നങ്ങൾ, ഇന്റേണലായുള്ള പ്രശ്നങ്ങളാണ്. അവർ സാമൂഹികമായിട്ടുണ്ടാവുന്ന സൗഹൃദാന്തരീക്ഷങ്ങൾ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറില്ല. അതിനിടയിൽ നമ്മുടെ ചില ആളുകൾ സംസാരിച്ച് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ഇവരുമായിട്ട് ഇവരുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പ്രതിപ്രവർത്തനമാണ്. സലഫികളുടെയും മൗദൂദികളുടെയും തന്നെ സുഡാപ്പികളുടെയും ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനം മൂലമുണ്ടാകുന്ന ഒരു സംസാരമായിട്ട് മാത്രം കണ്ടാൽ മതി. ഏതായാലും തന്നെ അതൊന്നും ഇതിങ്ങനെ ഉണ്ടാകുന്ന കാരണങ്ങളൊന്നും തന്നെ ഈ വളർച്ചയൊന്നും തന്നെ ഇസ്ലാമിൻ്റെ മെറിറ്റായിട്ടോ ഇനി അങ്ങനെ ഇസ്ലാം തകർന്നത് കൊണ്ട് പിന്നെ ഇസ്ലാമിൻ്റെ മേന്മ കുറവായിട്ടോ കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു ഗുഹാമനുഷ്യൻ്റെ തലച്ചോറുമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഏതാണ്ട് ഹിന്ദുമതം, ക്രിസ്തീയ മതം, ഇസ്ലാം മതം, ഈ 3 മതങ്ങളാണല്ലോ കുറച്ച് പോപ്പുലറായി നിൽക്കുന്ന മതങ്ങൾ. മതങ്ങൾ തമ്മിൽ, മതപണ്ഡിതന്മാർ തമ്മിൽ, മത ഗ്രന്ഥങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഓക്കെ. പൊതുവിൽ ഒരു പരാമർശം ഉണ്ടാകാറുണ്ടല്ലോ, യുക്തിവാദം ഒരു മതമായി മാറുന്നു. എന്തിന്റെ പേരിലാണ് യുക്തിവാദികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? നമ്മൾ ഒരു ഗുഹാമനുഷ്യൻ്റെ തലച്ചോറുമായിട്ട് തന്നെയാണ്
നമ്മൾ ജീവിക്കുന്നതിനുള്ള യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ കണ്ണടക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം ചേരിതിരിവുകൾ ഉണ്ടാവും. കാരണം സ്വതന്ത്ര ചിന്തകരെ ശരിയായ രീതിയിൽ ഒറ്റ ചൂലിൽ കെട്ടാൻ കഴിയില്ല. അത് സ്വതന്ത്ര ചിന്തകരാണെങ്കിൽ. അതോടൊപ്പം തന്നെ സ്വതന്ത്ര ചിന്തകരെ ഒരു പൊതുവായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടാനും കഴിയേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു എക്സ് എന്ന്, ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല, എക്സ് എന്ന പേരിനോടുള്ള ആശയങ്ങളോടുള്ള ആൾക്കാർ അവരുടെ ഒരു ഫാനായി മാറുക. ഫാൻ ആകുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നമ്മൾ അന്ധമായ ആ വ്യക്തിയെ അനുകരിക്കാൻ കാരണമാകുന്നു എന്ന തലത്തിലേക്ക് അത് മാറുന്നു എങ്കിലാണ് അതിനെ എതിർക്കേണ്ടത്. പക്ഷെ അത് പലപ്പോഴും അങ്ങനെ ആകുന്നുണ്ട്. പിന്നെ വൈയുടെ പിന്നാലെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം നമ്മുടെ മതജന്യമായ ഒരു മതകീയമായ സമൂഹത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ 100% ഒരു സ്വതന്ത്ര ചിന്തകനാകുക എന്നത് അസാധ്യമാണ്. ആകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം നമ്മളുടെ മുൻധാരണകളെ പൂർണ്ണമായും നമുക്ക് മറികടക്കാൻ കഴിയില്ല. നേതാവിൻ്റെ പിന്നാലെ വന്ന ഒരു ഗോത്ര നേതാവിനെ അല്ലെങ്കിൽ ഗോത്ര സമൂഹത്തിൻ്റെ പൊതു നിയമങ്ങളെ അനുസരിച്ചവരാണ് അതിജീവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ പ്രവണത നമ്മിലുണ്ടാകും. അതിനെ കൃത്രിമമായി മറികടക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ പരിണാമത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നതിൽ എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയല്ല ചെയ്യുന്നത്. പരിണാമം എന്നത് മാനവ സമൂഹത്തിൻ്റെ ചരിത്രമാണ്. ആരോഗ്യമില്ലാത്ത കുട്ടികൾ മരിക്കുക എന്നത് പരിണാമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നടന്നിരുന്നൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനത്തിന് കഴിവുള്ളവനാണ് അതിജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് ശേഷവും തന്നെ 200 ചില കുട്ടികളൊക്കെ മരിച്ചിരുന്നു, ശിശു മരണ നിരക്ക്. ഇന്നത് 10 12 കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അതാണ് പരിണാമത്തിനെതിരെ നമ്മൾ ശ്രമിക്കണം. പരിണാമത്തിനുണ്ടാവുന്ന ആ പ്രശ്നത്തെ, നമ്മുടെ അവസാനത്തെ കുട്ടിയെയും തന്നെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഇതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ നമ്മുടെ അതിജീവനത്തിന് സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോത്രത്തിനോടൊപ്പം ഒട്ടി നിൽക്കുവാനുണ്ടാവുന്ന ഈ സ്വഭാവം. അങ്ങനെയുള്ളവർ, അങ്ങനെ കൂട്ടായി നിന്നവരാണ് അതിജീവിച്ചിട്ടുള്ളത്. അവനക്കാണ് ഇര പിടിക്കുവാനും ശത്രുക്കളെ അവൻ ആക്രമിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷ നേടാനും കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കൂട്ടായിട്ടാണ്, കാരണം അവനേക്കാൾ ശാരീരിക ക്ഷമതയുള്ള ജീവികളിൽ നിന്ന് അവന് രക്ഷ നേടേണ്ടത്. അതേപോലെ തന്നെ അവനേക്കാൾ ശാരീരികമായി കഴിവുകളുള്ള മൃഗങ്ങളെയാണ് അവൻ വേട്ടയാടിയിട്ടുള്ളത്. അങ്ങനെ ആ മെല്ലെ 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 ഈ അറിവിൻ്റെ പടവുകൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദനയുണ്ട്. അത് യുക്തിവാദികൾക്കിടയിലും ഉണ്ടാവും. ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇതല്ലാണ്ട് കഴുകിക്കളയാമെന്ന് കരുതുന്ന മൗഢ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂനത നമ്മളെ തലച്ചോറിനുണ്ട് എന്ന രീതിയിൽ തിരിച്ചറിയുകയും അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല ഇന്ന ആൾക്ക് മറുപടി പറയുന്നു എന്നതിന് പകരം ഇങ്ങനൊരു ആശയമുണ്ട്, ആ ആശയത്തിന് ഞാൻ മറുപടി പറയുന്നു എന്ന രീതിയിൽ പറയാനുള്ള ശ്രമം ഉണ്ടാകുക. ഇങ്ങനെ പ്രത്യയശാസ്ത്രമുണ്ട്, ആ പ്രത്യയശാസ്ത്രത്തിന് ഇങ്ങനെ ന്യൂനതയുണ്ട്, അതിനേക്കാൾ മെച്ചപ്പെട്ട ആശയം ഇതാണ് എന്ന രീതിയിൽ മറുപടി പറയാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് എനിക്കിത് പറയാനുള്ള കാര്യം. വ്യക്തിപരമായ പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം വ്യക്തി മരിച്ചു പോയാൽ ആ വ്യക്തി അവസാനിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, ജാമിദ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മതം ഇവിടെ ഇല്ലാതാകുന്നില്ല.
അപ്പോൾ കാരണം ജാമിദയും നൗഷാദും അല്ല വിഷയം. ഇസ്ലാമിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചപ്പാടാണ്, അല്ല ഹിന്ദു മതത്തിൻ്റെ ജനാധിപത്യപരമായ വിരുദ്ധമായ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഇത്തരം വ്യക്തികളുടെ അന്ധമായി പിന്തുടരാനുണ്ടാവുന്ന നമ്മുടെ അടിസ്ഥാന ചോദനയെ നമ്മൾ മറികടക്കാൻ വേണ്ടി ഒരു ജാഗ്രവത്തായി നമ്മൾ കൃത്രിമമായി തയ്യാറെടുക്കുക എന്നേ അതിന് പറയാനുള്ളൂ. താങ്കൾ ഖുർആൻ വായിച്ചിട്ടുണ്ടാകണമല്ലോ. ഉണ്ട്. കാരണം യുക്തിവാദികൾ ഖുർആൻ പഠിക്കുന്ന തിരക്കിലാണ്. മറ്റ് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ തർക്കിക്കാൻ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. 4-ാം അധ്യായം 3-ാം വാചകം, 5-ാം അധ്യായം 9-ാം വാചകം, 9-ാം അധ്യായം 5-ാം വാചകം, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ചുരുക്കത്തിൽ ഖുർആൻ ദൈവികമാണോ? ഖുർആനിലെ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ദൈവത്തിന്റെ വാചകമാണോ എന്ന് നമ്മൾ അന്തം വിട്ടുപോകും. എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഖുർആൻ ദൈവികമാണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം ഈ രീതിയിൽ സംസാരിക്കുമായിരുന്നു. ഇല്ലല്ലോ. പിന്നെ ഖുർആൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകരായ ഇസ്ലാമിക വിമർശകരായ ആളുകൾ പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നുണ്ട്. നമ്മളെല്ലാം വ്യത്യസ്തരാണ്. ഓരോ വ്യക്തിയും തന്നെ ഒരു വിശ്വാസി പോലും, ഇസ്ലാം മത വിശ്വാസിയുടെ ഒരു വിശ്വാസത്തിൽ തന്നെ ആയിക്കോട്ടെ, അവൻ്റെ വിശ്വാസം രൂപപ്പെടുന്നതിന് അവൻ ആർജിച്ച അറിവിനോടെ ഉരുത്തിരിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനൊരു രൂപം വരയ്ക്കുകയാണെങ്കിൽ അതിന് തുല്യമായ ഒരു രൂപം മറ്റൊരാൾക്കുണ്ടാവില്ല. ഇതുപോലെ ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടായിക്കൊള്ളണമെന്നില്ല, എൻ്റെ കാഴ്ചപ്പാടായിക്കൊള്ളുന്നതിന് മറ്റുള്ളവർക്ക്. ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതിന് പക്ഷെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ 40 വയസ്സ് വരെയുള്ള ജീവിതയാത്രയിൽ അദ്ദേഹം ആർജിച്ചറിവ്, കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹം ഖദീജയുടെ വ്യാപാരങ്ങൾ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ധാരാളം പേരുമായിട്ട് ഇൻട്രാക്ഷൻ, കാരണം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധ വിഭാഗക്കാരായ ബഹുദൈവ വിശ്വാസികളുടെ, ക്രിസ്ത്യാനികളുടെ, ജൂതന്മാരുടെ, അങ്ങനെയുണ്ടാവുന്ന ആളുകളുമായിട്ടുണ്ടാവുന്ന സംസാരങ്ങൾ അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അറിവ്, വിശ്വാസം പിന്നീട് അത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമർത്ഥനങ്ങൾ, ന്യായീകരണങ്ങൾ, കനന്തനഞ്ഞിൽ അബുത്തർ എന്ന ആക്ഷേപം വരുമ്പോൾ അതിനുണ്ടാവുന്ന ന്യായീകരണം, മറുപടി കൊടുക്കുന്നു. അബ്ദുൽ ഉസ്സ എന്നാണ് അബൂ ലഹബിൻ്റെ യഥാർത്ഥ പേര് എന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹത്തിൻ്റെ തബ്ബല്ലക മുഹമ്മദ എന്നുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അബൂ ലഹബ് നശിക്കട്ടെ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന രീതിയിലുള്ള മറുപടി. അദ്ദേഹത്തിന് മിത്തുകൾ പറയുക, കാരണം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അന്ന് ആ കാലത്തുള്ള മിത്ത് പറയുന്നു. സ്വാഭാവികമായിട്ടും ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുമായിട്ട് പുക്കിൾക്കൊടി ബന്ധമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ പുക്കിൾക്കൊടി ബന്ധം എന്താണ് എന്നത് മുസ്ലിം ലോകത്ത് തർക്കമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഏത് ഘട്ടത്തിലാണ് അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഏകാഭിപ്രായം ഇല്ല. ഇതൊന്നും പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ ഇത് എപ്പോഴാണ് അവതരിപ്പിച്ചതെന്നുള്ളത്, എങ്ങനെയാണ് ബന്ധം എന്നത് എൻ്റെ കാര്യത്തിൽ തർക്കം തന്നെയാണുള്ളത്. അത് മറ്റൊരു വസ്തുത. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി, കാരണം അത് ആയിഷ പറയുന്നത് ഖുർആൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ സ്വഭാവം തന്നെ അതാ ഖുർആനുൻ എന്ന് ആയിഷ പറഞ്ഞതാണ് ശരി. ആയിഷ അതിൻ്റെ ഗിമ്മിക്ക് പഠിച്ചിട്ട് പറഞ്ഞാണോ അല്ലേ എന്ന് അറിയില്ല, അങ്ങനെ ഹദീസ് കാണുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഖുർആനാണ്, അതാണ് ശരി. മുഹമ്മദ് നബിയുടെ അറിവ്
ആവശ്യങ്ങൾ, ന്യായീകരണങ്ങൾ, കോപം, നിരാശ എല്ലാം തന്നെ ഒരു പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം പിന്നീട് അവിടെ ഇവിടെ എല്ലാം കൂടി എഴുതി ഇതാക്കിയത് എല്ലാം കൂടി ക്രോഡീകരിച്ച് എഴുതി ചേർത്തതാണ്. അതിന് ധാരാളം നഷ്ടപ്പെട്ടു എന്നുകൊണ്ട് പറയുന്നുണ്ട്. അതിലേക്കുള്ള തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അവിടെ നിന്ന് പോയി തിന്നാതെ പോയി ഏതൊക്കെ ബാക്കിയുള്ള ഖുർആനൊക്കെ അതന്നെ ആകും. അതിന് അതിൽ കൈ കടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഏതായാലും തന്നെ മനുഷ്യൻ്റെ പൈതൃകങ്ങളിൽ മനുഷ്യൻ്റെ സാംസ്കാരികപരമായ വഴിത്താരയിൽ ഒരു സുപ്രധാനമായ ഏട് തന്നെയാണ് ഖുർആൻ. അതിൽ ഇന്നത്തെ മനുഷ്യർക്ക് കാര്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിനെ മറ്റുള്ളവുമായിട്ട് ഇങ്ങനെ അങ്ങനെ ഫസ്സിറുൽ ഖുർആന ഫിൽ ഖുർആൻ കൊണ്ടാണ് വിശദീകരിക്കേണ്ടതെന്ന് പറയുന്നു. ആ ആശയത്തിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിൽ ലക്കും ദീനിക്കും വലിയ ദീൻ എടുക്കുക, ലാ ഇക്റാഹ ഫിദ്ദീൻ എടുക്കാം, പിന്നെ വല്ലഅസ്ർ ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരർത്ഥം കൊടുക്കുക. നമ്മുടെ ഇയാളെ പേരെന്താണ്, ഒരു മൗദൂദി ഉണ്ടല്ലോ, നിഷ്പക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖം മൂടിക്കാരനുണ്ടല്ലോ. നിഷ്പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരരുടെ മുഖംമൂടിയാണെന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം പക്ഷം എല്ലാവർക്കും ഉണ്ട്. അവനാണ് അവൻ്റെ ശരീരയുടെ അടിസ്ഥാനത്തിൽ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷം ഇല്ല എന്ന് പറയുന്നത് കാപട്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതവിടെ കിടക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് വല്ല അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളാണ് സത്യം. അതിന് കുറേ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തു. ഇന്ന മനുഷ്യരാശിയെല്ലാം തന്നെ നഷ്ടത്തിലാണ്. ഇല്ലല്ലതീന ആമനു, അവർ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സബ്ജക്റ്റീവ് ആവരുത്. അവനാർക്ക് സത്യമാണെന്ന കാര്യമാണ് ആവണമെന്ന് മാത്രമുള്ളൂ എനിക്ക് അഭിപ്രായമുള്ളൂ. അല്ല, എനിക്ക് ഇതിൻ്റെ സത്യം മറ്റൊരു സത്യമായിട്ട് അംഗീകരിക്കണം എന്നുള്ള വാശിപാടില്ല അവിടെ. വാമിനു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സൽക്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ അറുക്കുന്നവനക്ക് അറുക്കാം, പശുവിനെ പൂജിക്കുന്നവനക്ക് പൂജിക്കാം എന്നായിരിക്കണം. പക്ഷെ മറ്റൊരാളെ ബാധിക്കരുത്. അതായത് സാമൂഹ്യ ജീവിതത്തിന് ദോഷകരമായി വർത്തിക്കരുത്. വതവാസൗ ബിൽ ഹഖ്, അത് ഗുണപരമായ സത്യങ്ങൾ നിങ്ങൾ പരസ്പരം ഉപദേശിക്കുക. സമൂഹത്തിന് ഗുണപരമായ കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഉപദേശിക്കുക എന്ന രീതിയിൽ അർത്ഥം കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ആധുനികമായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അതിന് നിലനിൽപ്പുണ്ടാവും എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ അവിടെ കാരണം തന്നെ പ്യൂരിറ്റൻ വാദം അവിടെ കടന്ന് കയറി വരും. എന്തെന്ന് പ്യൂരിറ്റൻ വാദം എന്ന് വിട്ട് പറയുന്നതെന്ന് അൽഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയും. അല്ലെങ്കിൽ ആമിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആമിനു സത്യവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആണ് എന്ന് പറയും. ആമിനു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ദീൻ കൽപ്പിച്ചതാണ് സാലിഹത്തായ അമലുകൾ എന്ന് പറയും. അപ്പോൾ അതിന് എത്രമാത്രം നിലനിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇല്ലേക്കും ദീനിക്കും വലിയ ദീനും പറയുമ്പോഴൊക്കെ എന്തിനൊക്കെ എത്രമാത്രം ഈ അടർത്തി മാറ്റിക്കൊണ്ട് ആധുനിക ധാർമ്മികതയുമായി ഒട്ടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ വാതിന് ഉപയോഗിക്കും. പക്ഷെ ഒരു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനും പുരോഗമനത്തിനും അത് ഗുണപരമാകും എന്ന് തോന്നുന്നില്ല. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പവിത്രമാണ് ആ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ, അത് ശരിതെറ്റുകളുള്ളത് എന്നതിന് അപ്പുറം എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ് എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ അതിനെ ഉണ്ടാവുന്ന സാമൂഹ്യ ജീവിതത്തിന്, മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ആശയങ്ങളും തന്നെ ജനങ്ങൾ നുകരാൻ കാരണമാകും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ചേകന്നൂർ മൗലവിയുടെ ആശയക്കാരനായിരുന്നു. മക്കളാണ് ആയത്. അവർ സെൽഫികൾക്ക് ഒരു പള്ളി വരെ കൊടുത്തിട്ടുണ്ട് സ്വന്തം മുറ്റത്ത് പറയുമ്പോൾ. പിന്നീട് സെൽഫികൾക്ക് അവരുടെ സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അവൻ ആ സെൽഫികളാണ് സുന്നികളെക്കാളും ഡേഞ്ചർ എന്ന് പറയാൻ കാരണം വെറുതെ വന്നത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവർ പിന്നീട് അതായത് സൗദി അറേബ്യക്ക് പോയിട്ട് പിന്നെ വീണ്ടും തന്നെ സെൽഫികളായിട്ട് മാറി. ചേകന്നൂരി ആശയക്കാരൻ ആദ്യം സെൽഫികളായി, പിന്നെ ചേകന്നൂരികളായി,
വീണ്ടും തന്നെ പ്യൂരിറ്റൻ വാദം വന്നുകൊണ്ട് ഇതായി. വാപ്പ ചേകന്നൂരി, മക്കള് സെലഫികൾ. അതിൻ്റെ പേരിൽ തർക്കം കുടുംബത്തിൽ ഇപ്പം തർക്കം നടന്നിരുന്നു. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് വരെ എനിക്കറിയാമായിരുന്നു അവരെ. അപ്പം അങ്ങനെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. കാരണം എന്താ, ഇത്രയും ആൾക്കാരെ വായിച്ച മാതിരി എന്താ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു വ്യായനം എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഇവർക്ക് ആർക്കും തിരിഞ്ഞില്ലേ? ഖുർആൻ തിരിയുന്നെല്ലാം തന്നെ ചെറിയ ചെറിയ ഇൻഗ്രൂപ്പാണ് തിരിച്ചില്. നമുക്ക് ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ചിന്താ വൈവിധ്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചതാണ് പരമമായ സത്യം. എൻ്റെ സത്യത്തിനനുസരിച്ച് നീ ജീവിക്കൽ നിർബന്ധമാണ്. പക്ഷെ അത് നിന്റെ മൗലികപരമായ എനിക്കെന്തെല്ലാം അവകാശങ്ങളും പരിഗണനയും സ്വാതന്ത്ര്യവും ഉണ്ടോ അതിന് തുല്യമായ പരിഗണനയും സ്വാതന്ത്ര്യവും അവകാശങ്ങളും അവസരങ്ങളും നിനക്ക് ലഭ്യമാകാൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അത് ലഭ്യമാവാതിരിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അതാണ് പ്രശ്നമാകുന്നത്. അതാണ് ഒരു മതരാജ്യത്ത് ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത്. ഇന്ത്യ ഒരു മതരാജ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യയെ ഒരു മതേതര രാജ്യമാകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മതരഹിതരാകുക എന്നല്ല അർത്ഥം. അപരൻ്റെ അവകാശങ്ങളെയും അവസരത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെല്ലാം വിശ്വാസങ്ങളുണ്ടോ അത് മാത്രം എടുത്ത് കളഞ്ഞു. ബാക്കിയുള്ള എന്ത് വിശ്വാസം ഉണ്ടായിക്കോട്ടെ അത് മാത്രം ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ഒരു സുന്ദരമായ രീതി, ചെറിയ വിട്ടുവീഴ്ചകൾ എല്ലാവരും പരസ്പരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാരണം ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സൗന്ദര്യമുള്ളൂ. കാരണം എല്ലാവരും നാസ്തികരായി കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. വ്യത്യസ്ത നിറങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ ആ വ്യത്യസ്ത നിറങ്ങളോടുകൂടി പൂന്തോട്ടം ആകണത് അത് നിലനിൽക്കാൻ ആവശ്യമായ ഒരു മാനേജ്മെന്റ് അതിന് നടത്തേണ്ടതുണ്ട്. ആ ശബളത, ആ വർണ്ണപരമായ വൈവിധ്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും വിട്ടുവീഴ്ചകളും സഹകരണവും നമ്മൾ നടത്തേണ്ടതുണ്ട്. മുഹമ്മദ് ഒരു യുക്തിവാദി എന്ന നിലയിൽ താങ്കൾക്ക് പൊതുസമൂഹത്തോട് പറയാൻ എന്താണോ ഉള്ളത് അത് പറയാൻ ഇതാ താങ്കൾക്ക് സുവർണമായ ഒരു പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ ചാനലിലൂടെ തുറന്നു തന്നിരിക്കുന്നു. ഇനി താങ്കൾക്ക് എന്താണ് താങ്കളുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്? വ്യക്തമായും കൃത്യമായും ഒന്ന് ചുരുക്കിക്കോണോട്ടോ, ഒന്ന് പറഞ്ഞോളൂ. മുഹമ്മദ് വ്യക്തമായ ഒരു ഹദീസ് ഉണ്ട് സ്ത്രീകളുടെ ഇമാമത്തിന് തള്ളിപ്പറയുന്നത്. ഇന്നിപ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ ലോകത്ത് ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് സ്ത്രീകളുടെ നേതൃത്വത്തിലാണ്. കാരണം പക്ഷേ ഈ മാറ്റം എന്നത് ഒരു പ്രക്രിയയാണ്. മാർക്സ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് തെറ്റാവുന്നില്ല. മാർക്സിസം ശാസ്ത്രവിരുദ്ധമായ കാര്യമാണ്, അശാസ്ത്രീയമായ കാഴ്ചപ്പാടാണ്. ഞാൻ ഇസ്ലാമിൻ്റെ സയാമി ചിരട്ടയാണ് മാർക്സിസത്തെ ഞാൻ വിലയിരുത്താറുള്ളത്. പക്ഷെ ഇന്ന് മാർക്സിസത്തെ ആയിക്കോട്ടെ ഗാന്ധിസത്തെ ആയിക്കോട്ടെ ഒരു ഇസത്തെയും തന്നെ ഇസ്ലാമിനെ പോലും തന്നെ 100% ഫോളോ ചെയ്യുന്നില്ല. കാരണം എന്താ, കാലികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അവർ സ്വീകാര്യമായത് സ്വീകരിക്കുകയും നിരാകരിക്കേണ്ടതിനെ നിരാകരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് സഹായിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മനുഷ്യനെല്ലാം ആർജിച്ചിട്ടുള്ളത്. നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു യുക്തിയാൽ ഗണിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല എന്നാണ്. അതാണ് എനിക്ക് കറക്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്തിനുണ്ടാവുന്ന മാറ്റം, ഈ മാറ്റം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായും 100% പിന്തിരിഞ്ഞു നിൽക്കാൻ മുസ്ലിം സമുദായത്തിനും കഴിയില്ല. ആ മാറ്റമാണ് നിങ്ങൾ പറഞ്ഞ കണ്ണൂർ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയുടെ. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ മറിയുമ്മ അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി മറിയുമ്മ തന്നെയാണോ എന്നറിയില്ല. പക്ഷെ ഒരു MLA ആയിട്ടില്ല എന്നത് ഒരു ന്യൂനത തന്നെയാണ്. അത് അവരുടെ പ്രശ്നം മാത്രമൊന്നുമല്ല കേട്ടോ. സ്ത്രീകളെ നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് തന്നെ കഴിയുന്നില്ല. അവർ നേതാവായിട്ട് അംഗീകരിക്കാൻ ഒരു മാനസിക തലത്തിലേക്ക് ഇവിടെ വന്നിട്ടില്ല.
നമ്മൾ സ്ത്രീ വിരുദ്ധത ഇന്നും തന്നെ ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു കുറ്റവാളിയാണെങ്കിൽ അവിടെ സെക്സ് പരാമർശിക്കപ്പെടില്ല. ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊറ്റ ഉണ്ടായിരുന്ന ഒരു BJP അംഗത്തിൻ്റെ ഒരു ചരക്കാണെന്നാണ്. കാരണം സ്ത്രീയെ ഒരു വസ്തുവായിട്ടാണ് ഇന്നും തന്നെ നമ്മുടെ പൊതുബോധത്തിലുള്ളത്. ഒരു പകരം സ്ത്രീ പുരുഷന് തുല്യമായ പരിഗണനയുള്ള ഒരു പൗരയാണ്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങളുള്ള ഒരു പൗരയാണ് എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മുടെ പൊതുബോധം വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സെക്സാണ് ചർച്ച ചെയ്യപ്പെടുക അധികം, അല്ലാതെ അതിൻ്റെ ക്രൈമല്ല ചർച്ച ചെയ്യപ്പെടുക, അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ മെറിറ്റല്ല ചർച്ച ചെയ്യപ്പെടുക. കാരണം ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ സ്ത്രീയെ സ്ത്രീയായി കാണുന്നതോടൊപ്പം തന്നെ സ്ത്രീയായി ജനിച്ചു എന്നത് കൊണ്ട് അവളുടെ ന്യൂനതയായിട്ട് കാണാതിരിക്കുക, അവളുടേതായ ബയോളജിക്കലായിട്ടുള്ള വൈവിധ്യങ്ങൾ, അവളുടെ നേതൃത്വപരമായ ഇത്തരം രാഷ്ട്രീയ അവകാശങ്ങളും നിഷേധിക്കപ്പെടാനുള്ള കാരണമല്ല. കാരണം ജന്മം കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെയാണ് നാം പറയുന്നത് അവസ്ഥ എന്ന് പറയും. അവസ്ഥയാലാണ് നാം എന്ത് ചെയ്യുന്നത്? പുരുഷനായും സ്ത്രീയായും ട്രാൻസ്ജെൻഡറായും LGBT, കേവലം ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ കഴിയില്ല, അത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ അതിൻ്റെ പേരിൽ അവകാശം നിഷേധിക്കപ്പെടുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. കാരണം എനിക്ക് കിട്ടിയതാണ്, ജന്മം കൊണ്ടാണ് ഞാൻ പുരുഷനായത്. അപ്പോൾ എനിക്ക് ജന്മം കൊണ്ട് പുരുഷനായി എന്നൊറ്റ കാരണം കൊണ്ട് എനിക്കെന്തെങ്കിലും എൻ്റെ അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കുന്നു എങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതേ ന്യായം കൊണ്ട് ഞാൻ മറ്റുള്ളവനോട് പ്രവർത്തിക്കാതിരിക്കുക എന്ന ഒരു ജനാധിപത്യ ബോധം ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്. ജന്മഗുണം നാം ആർജിച്ച കഴിവിൽ നാം നിരന്തരമായ കഠിന പ്രയത്നത്തോടുകൂടി നേടിയെടുത്ത കഴിവിൽ നമുക്ക് അഹങ്കരിക്കുന്നതിൽ അല്ലെങ്കിൽ അഭിമാനിക്കുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷെ അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ അത്തരം അഹന്ത വെച്ച് പുലർത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം എത്താത്തവരെ നമ്മോടൊപ്പം എത്താൻ വേണ്ടി ശ്രമിക്കുകയും കൂടി വേണം. സമത്വം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ കഴിയാത്തവനക്ക് ഊന്നുവടി കൊടുക്കൽ കൂടിയാണ്, കൈപിടിക്കൽ കൂടിയാണ്. നമ്മോടൊപ്പം എത്താത്ത ആളുകളെ, അതായത് നമ്മോടെത്താൻ മതി അവനവിടെ കിടന്നോട്ടെ എന്നുള്ള ചിന്താഗതി കൂടിയല്ല. അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടി വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായ നിർമ്മാണ പ്രക്രിയയിലും തന്നെ മുന്നോക്കം വരേണ്ടതുണ്ട്. വന്നാൽ മാത്രമേ നമ്മളുടെ വർത്തമാനകാല ആവശ്യങ്ങളെയും ഭാവി പ്രതിസന്ധികളെയും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ മറികടക്കാനും നേടിയെടുക്കുവാനും കഴിയുള്ളൂ. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. മാറ്റം എന്ന അവസ്ഥക്കല്ലാത്ത എല്ലാത്തിനും മാറ്റമുണ്ടാകും. മാറുക എന്ന പ്രക്രിയ സ്വാഭാവികമാണ്. അതിന് 100% വിട്ടു നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് എത്ര പടച്ചോൻ്റെ നിയമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വ്യാഖ്യാനിച്ച് പൗഡറിട്ട് പൊട്ട് തൊട്ട് അവർ മാറ്റും. അവർക്ക് മാറ്റിയല്ല നിവൃത്തിയില്ല. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ അവിടെ പുതിയ വ്യാഖ്യാനങ്ങൾ വരും. കണ്ണു തുറിച്ച് കത്തി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ പകർച്ചവ്യാധി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പകർച്ചവ്യാധി ഉണ്ട് എന്ന് പറഞ്ഞു, പിന്നെ ആ പകർച്ചവ്യാധി ഉണ്ടെന്ന് പിന്നെ അതിൻ്റെ വ്യാഖ്യാനം അവിടെ കയറ്റാണ്. ആ വ്യാഖ്യാനം പോലും തന്നെ അവിടെ തന്നെ അത് ഫൂളിഷ്നെസ്സാണ്. പക്ഷെ അത് എന്താ കാരണം കത്തി നിൽക്കുന്ന യാഥാർത്ഥ്യമായി പകർച്ചവ്യാധി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വരുമ്പോൾ സ്വാഭാവികമായും പിന്നീട് പ്രമാണത്തെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എത്താത്ത സാധനത്തെ വലിച്ചു നീട്ടി എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് വിഷയം. പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങൾ രൂപീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പ്രമാണത്തിൻ്റെ കണ്ണിലൂടെ നമ്മുടെ ഒരു പച്ച കണ്ണട വെച്ചുകൊണ്ട് കാണുമ്പോൾ പച്ചയായി കണ്ണടയെല്ലാം തന്നെ കാഴ്ചയുള്ളവർക്ക് കണ്ണടയുടെ ആവശ്യമില്ല.
ചിന്തിക്കുന്ന മനുഷ്യർക്ക് എന്നുണ്ടെങ്കിൽ കൂട്ടായി ആലോചിച്ച് അറിവുകളെ കൈമാറി പ്രായോഗികമായിട്ട് മെച്ചപ്പെട്ടതാണെന്നുള്ള പരിശോധിച്ച് അതിൽ മെച്ചപ്പെട്ടത് സ്വീകരിച്ച് അതിൽ തന്നെ എല്ലാവർക്കും ഞാൻ ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദോഷങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ശരിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ പരിശോധിച്ചത് ബോധ്യമായിക്കൊണ്ട് അതിനെ ആ ദോഷങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു കാര്യം നോക്കിയാൽ മതി. അങ്ങനെ വന്നിട്ടുള്ളത്. പഴയ ഡിവൈസിൽ നിന്ന് ആധുനിക ഡിവൈസിലേക്ക് എത്തിയിട്ടുള്ള അങ്ങനെയാണ്. പഴയ വാഹനങ്ങളിൽ ഇന്നത്തെ വാഹനങ്ങളിലേക്ക് അങ്ങനെ എത്തിയാണ്. പഴയ ജല നൗകകൾ, ഒരു കടൽ യാത്രക്ക് ഉപയോഗിക്കുന്ന യാനങ്ങൾ, ഇതെല്ലാം തന്നെ ആധുനിക ഷിപ്പായും ബോട്ടായൊക്കെ മാറിയത് അങ്ങനെയാണ്. എന്തും തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു നിരന്തരമായ ഒരു പരിണാമ പ്രക്രിയ കാണാം ഇതിലെല്ലാം തന്നെ. അപ്പോൾ ഈ മാറ്റം സാമൂഹ്യ ജീവിതത്തിലും സാമൂഹ്യ നിയമങ്ങളിലും സാമൂഹ്യ സദാചാര സങ്കല്പങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായേ മതിയാവും. അതിനെതിരെ എത്ര തന്നെ കുറ്റിയടിച്ചാലും തന്നെ മുന്നോട്ടേ ഒഴുകുള്ളൂ. കാലം മുന്നോട്ടേ പോവുകയുള്ളൂ. അപ്പോൾ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരു യുക്തിവാദി എന്ന നിലയിൽ താങ്കൾക്ക് പൊതുസമൂഹത്തോട് പറയാൻ എന്താണോ ഉള്ളത് അത് പറയാനിതാ താങ്കൾക്ക് സുവർണമായ ഒരു പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ ചാനലിലൂടെ തുറന്നു തന്നിരിക്കുന്നു. ഇനി താങ്കൾക്ക് എന്താണ് താങ്കളുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്? വ്യക്തമായും കൃത്യമായും ഒന്ന് ചുരുക്കിക്കോണോട്ടോ, ഒന്ന് പറഞ്ഞോളൂ. അല്ല, പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു മതത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിൻ്റെയോ അടിമയാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ എന്ന് വെച്ചിട്ട് ആ മറ്റുള്ളവരോട് പ്രവർത്തിക്കണ്ട എന്നൊന്നല്ല പറയുന്നത്. പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചോട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഭരണഘടനയുടെ മൊറാലിറ്റിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ഒരു 100% ശരിയില്ല, അത് നമ്മൾ 100% ശരിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതിന് 100% തെറ്റും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കുക. അതിൽ ഇന്നലകളിൽ എന്ത് സംഭവിച്ചു എന്നതല്ല നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? കോവിഡ് എന്ന മഹാമാരി ലോകവ്യാപകമായിട്ട് മനുഷ്യരാശിക്ക് നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്നത്. അത് പല രീതിയിലാണ് നിലനിൽപ്പിന് ഭീഷണിയാകുന്നത്. അപ്പോൾ ആ കോവിഡ് വ്യാപനം തടയുവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളോട് സഹകരിക്കുക. അതിനെ തുടർന്നുണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് എങ്ങനെയെല്ലാം പരിഹരിക്കാൻ കഴിയുമോ ആ പരിഹരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗവാക്കാകുക. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മനഃപൂർവ്വം അതിനുവേണ്ടി 24 മണിക്കൂറും പ്രയത്നിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമായ മര്യാദകൾ കാണിച്ചുകൊണ്ട് സംഘർഷങ്ങളില്ലാതെ നിങ്ങൾ സംസാരിക്കുക, കൃത്യമായ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കേൾക്കുന്ന വലിയൊരു ജനതയുണ്ട് ഇവിടെ. കാരണം ഇപ്പം ഞാൻ പറയാൻ കേൾക്കുന്ന കുറേ ആളുകളുള്ളത് പോലെ തന്നെ ജാമ്യത പറഞ്ഞാൽ കേൾക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടും തന്നെ ഈ കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ എതിർപ്പുകൾ ജനാധിപത്യപരവും ആവുകയും സാമൂഹ്യ വിരുദ്ധമാകാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വളരെ നിർബന്ധമായിരിക്കണം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ സത്യസന്ധമായിരിക്കണം. അല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കള്ളക്കഥകൾ വാസ്തവമെന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. ദൗർഭാഗ്യം. ഇത് രാഷ്ട്രീയപരമായ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ഉണ്ടാവുന്ന ഒരു സങ്കുചിത ബോധമാണ്. ഇത്തരം തടവറകളിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. കാരണം നമുക്ക് പ്രത്യയശാസ്ത്രങ്ങളോ മതരാജ്യങ്ങളോ അല്ല വേണ്ടത്. നിരവധി അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ധാരാളം കാര്യങ്ങൾ പറയുന്നു. സമത്വം ഉറപ്പു നൽകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇന്നും തന്നെ അത് സമത്വത്തിൽ, അതായത് അത്തരം സമത്വത്തിൽ അധിഷ്ഠിതമായ ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്
നിയന്ത്രണങ്ങൾ വേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോഴും തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഭരണഘടനാ മൊറാലിറ്റിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് മനുഷ്യ സമൂഹത്തിന് ഗുണമുണ്ടായിട്ടുള്ളത്. അതായത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് കുറവുകൾ നികത്തി മുന്നോട്ട് പോവുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അതായത് എക്കാലത്തേക്കുമുള്ള ഒരു കിതാബ് വേണമെന്നുള്ള ഷാഠ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭരണഘടനാ മൊറാലിറ്റിയുമായി ഭരണഘടനാ ധാർമ്മികതയുമായി ഒട്ടി നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഞാൻ പൊതുവായിട്ട് ജനങ്ങളോട് പറയാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. മതം വിട്ടവരുടെ ബോൾഡ്നെസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ പലരെയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നല്ലോ. ആരെങ്കിലും എഴുതി കൊടുത്തത് ഇങ്ങനെ വായിച്ച അണ്ടിക്കണ്ണു ഉരുട്ടി ഇങ്ങനെയാണോ വായിച്ചത്? നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോ? ആരോടും നിർഭയത്വത്തോടുകൂടി നേരോടെ നിരന്തരം പറയാൻ സന്നദ്ധരാണവർ. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കാൻ തയ്യാറാണവർ. അപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നവർ, ഇസ്ലാം എന്തോ ആനയാണ്, ചേനയാണ്, ആനമുട്ടയാണെന്ന് പറഞ്ഞു വരുന്നവർ ദയവായി ഇത്തരക്കാരുടെ ചില ചോദ്യങ്ങൾ ഒന്ന് മറുപടി പറയണം. തരക്കാരുടെ ചില ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയണം, നന്നായിരിക്കും. കാരണം ഇവർ ആരെയും അഭിമുഖീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ. ഞാൻ എന്തുകൊണ്ടും മതം വിട്ടു, എന്താണ് ഞാൻ അറിഞ്ഞ മതം, എന്താണ് ഞാൻ അറിഞ്ഞ മതഗ്രന്ഥം, എന്താണ് എനിക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ആരുടെ മുമ്പിലും വിളിച്ചു പറയുന്നത് ആരെങ്കിലും എഴുതി കൊടുത്തത് കൊണ്ടല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണമോ പേരോ പ്രശസ്തിയോ പറ്റിയത് കൊണ്ടല്ല. കാരണം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് കപട ജീവിതം നയിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. താൻ എന്താണോ അറിഞ്ഞത്, താൻ എന്താണോ മനസ്സിലാക്കിയത്, താൻ പൊട്ടക്കിണറ്റിൽ നിന്ന് എന്തായാലും കരകയറി മറ്റുള്ളവരിൽ കൂടി വലിച്ചു കയറ്റാനുള്ളൊരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഓരോ മതേതരനുമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മതേതരനും ചെയ്യുന്നത്. നമുക്കടുത്ത ഞായറാഴ്ച മറ്റൊരു മതേതരനുമായി വീണ്ടും കണ്ടുമുട്ടിയാൽ മതിയായിരിക്കും അല്ലേ? അപ്പോൾ നന്ദി.